താനാപ്പാടം കഴിഞ്ഞ 2 വർഷമായിട്ട് കേരള കർഷകർ വളരെ ശക്തമായ ഒരു ഇടപെടൽ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നമ്മളതിന്റെ വളരെ നിഷ്ഠൂരമായിട്ടുള്ള ചില ഇത്തരം പ്രവർത്തനത്തിന് അങ്ങനെ ഒരു ഈ വരുന്ന സ്ഥലമാണ്. ഈ താനാപ്പാടത്തെ സാമാന്യം ഒരു ഏരിയയിൽ ഒരു 2 ഏക്കർ വരുന്ന സ്ഥലത്ത് വിഷയം കൂടുതൽ ലൈവ് ആക്കി നിർത്താനായിട്ട് കഴിഞ്ഞ 1 വർഷം അങ്ങനെ പോയി. 2ാമത്തെ വർഷവും ഇല്ലെങ്കിൽ 3ാമത്തെ വർഷമെങ്കിലും കൃഷി ഇറക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പാണ് നമ്മൾ ഇന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. ആ വിളവെടുപ്പ് എത്തിപ്പെട്ടുള്ള എല്ലാവരും ആദ്യമേ സ്വാഗതം ചെയ്യട്ടെ. ഈ കൂട്ടത്തിൽ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഈ കൃഷി എന്ന് പറയുമ്പോൾ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം തരിശിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്കാരനും സാധാരണ കണക്കാക്കുന്നത് സെന്റിമെന്റ്സ് കൂടെ നമ്മൾ കണക്കാക്കിയിരുന്നു. കൃഷിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടാണ് നമ്മുടെ സംഘടന തന്നെ അടിസ്ഥാനപരമായ നയം കാഴ്ചപ്പാടല്ല. കാരണം അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഒരുപാട് സമരങ്ങൾ നമുക്കറിയാം. നമ്മളെക്കാൾ തീക്ഷ്ണമായ അത് കർഷകത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള നിലപാടാണ്. അപ്പൊ അതിന് നമ്മൾ ഉറപ്പിച്ച് തന്നെ പിടിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ നിൽക്കുക നമ്മൾ ആദ്യം പ്രഖ്യാപിക്കുകയും ഒപ്പം തന്നെ ഇങ്ങനെ ഒരു ചെറിയ സ്ഥലത്ത് കരാപുരത്തിന് വെള്ളത്തിന് സംഗതി വശാല് അന്ധമായിട്ടുള്ള രാഷ്ട്രീയ വൈരാഗ്യവും ഈ നാടിനോട് കൊടുത്തിട്ടില്ലെങ്കിൽ താനാപ്പാടത്തെ കൃഷിക്കാരെ കൊണ്ട് താൽക്കാലികമായിട്ട് കിടനിർമ്മിക്കുന്ന നേതൃത്വം കേരള കർഷകർ ഏറ്റെടുക്കും. അവർ ഈ വരുന്ന താനാപ്പാടം മൊത്തം കൃഷി ഇറക്കിപ്പിക്കും. ഒരു പരിധിവരെ വിജയിച്ചുകൊണ്ട് ഈ കൃഷി ഇന്ന് വിളവെടുപ്പ് നടത്തുന്നത്, ഈ വിളവെടുപ്പ് നടത്താൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കർഷക സംഘത്തിൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ ടി വി ഹരിദാസനാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ യോഗം കൊയ്ത്തുത്സവവും ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. മുരളി മാഷ്, സ്വാഗതം പറഞ്ഞ ബാലകൃഷ്ണൻ മാഷ്, സുർജിത്ത്, പ്രഭാത്, പ്രവീൺ, മറ്റ് കർഷക സുഹൃത്തുക്കളെ, കർഷകൻ്റെ വികാരം രോധനവും ആ സംസാരത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ മേഖലയിലേക്ക് കർഷകനെ കൊണ്ടുവരണം, അവരെ സംരക്ഷിക്കണം എന്ന നല്ല മനസ്സാണ് നമുക്ക് നേരത്തെ ഇവിടെ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ നമുക്കറിയാം, വലിയൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് ഏകദേശം 110 ഏക്കറോളം വരുന്ന താനാപ്പാടത്ത് പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസ് ഭരണസമിതിയുടെ കർഷക വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായി 3 വർഷമായി തരിശിടാൻ വേണ്ടി അവർ തീരുമാനിച്ചത്. എന്നാൽ ഇവിടുത്തെ കമ്മിറ്റി അതിനെതിരായുള്ള ഒരു ചെറുവിരൽ പോലും അനക്കാതെ, കൃഷി ഇറക്കാനാവശ്യമായ തീരുമാനങ്ങൾ എടുക്കാതെ ഭരണസമിതി തീരുമാനത്തിനൊപ്പം പോകുന്ന ഒരു നിലപാടാണ് നിലവിലുള്ള ഈ ഇവിടുത്തെ പടവ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ആ തീരുമാനത്തിന് വിരുദ്ധമായി കർഷകരെ യോജിപ്പിച്ചുകൊണ്ട് തരിശിടാൻ പാടില്ല, അവിടെ കൃഷി ഇറക്കണം എന്ന കർഷക സംഘത്തിൻ്റെ നിലപാട് ഇപ്പോൾ നമുക്കറിയാം. ദേശീയ തലത്തിലും കേരള കർഷക സംഘം തീരുമാനിച്ചത് ഓരോ സംസ്ഥാനത്തും ഒരു നിയോജക മണ്ഡലം തരിശുരഹിത പ്രദേശമാക്കി മാറ്റണമെന്നാണ്. അതേപോലെ ഓരോ മണ്ഡലത്തിലും ഒരു പഞ്ചായത്ത്, അങ്ങനെ വിചാരിച്ച് പഞ്ചമാക്കാൻ കഴിയും എന്നാണ് കേരള കർഷക സംഘം തീരുമാനിച്ചത്. ഭാഗത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഇവിടെ വലിയ പ്രതിഷേധം. നേരത്തെ പറഞ്ഞു, ഈ കിട നിർമ്മാണം, ഈ കോൾ മേഖലയിലൊന്നും സ്ഥിരം കിടയൊന്നുമല്ല. കോളിലൊക്കെ താൽക്കാലികമായിട്ടുള്ള ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ താൽക്കാലിക കിട ഉണ്ടാക്കിയിട്ടാണ് കിട പൊളിക്കും, കിട അടയ്ക്കേണ്ടി വന്നാൽ അടയ്ക്കും, ഓവ് വയ്ക്കും. അപ്പം അതൊന്നും ഒരു പ്രയാസമല്ല, മനസ്സാണ്. അതായത് ഈ കൃഷി ഇവിടെ അത് വലിയ തോതിൽ ബോധ്യപ്പെടുത്താൻ കേരള കർഷക സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളത് നിർത്തിക്കൊണ്ടൊന്നും ഇവിടുത്തെ വികസന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിന്റെ ഈ ഭരണസമിതിക്ക് കഴിയില്ല. ഈ പ്രദേശത്തെ കർഷകരെ യോജിപ്പിക്കാനും ഒപ്പം കർഷക വിരുദ്ധ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന മണലൂർ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് ഭരണസമിതിക്ക് എതിരായിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് കൃഷി. ഈ പ്രദേശത്ത് അടുത്ത വർഷം പൂർണ്ണമായും ഈ തീരുമാനം കർഷക സംഘം എന്ന രീതിയിൽ ഇവിടെ പറഞ്ഞതാണ്. അതൊരു പ്രഖ്യാപനം എന്ന രീതിയിലേക്ക് ഇവിടെ ആസൂത്രണം ചെയ്യുമ്പോൾ തീർച്ചയായും ഇവിടുത്തെ കർഷകരെ എല്ലാരും പോയല്ലോ, നേരം പോയി, നേരം പോയി, എല്ലാരും പോയല്ലോ.
വെക്കം വെക്കം വന്നേ പൈങ്കിളിയേ വെക്കം വെക്കം വന്നാട്ടെ കൊയ്തു കൊയ്തു തളർന്നു വരുമ്പോൾ കയ്യിലു കിട്ടുമൻ പൈങ്കിളിക്ക് കൊയ്തു കൊയ്തു തളർന്നു വരുമ്പോൾ എന്തു കിട്ടുമൻ പൈങ്കിളിക്ക് കൊയ്തു കൊയ്തു തളർന്നു വരുമ്പോൾ എന്തു കിട്ടുമൻ പൈങ്കിളിക്ക് കൊയ്തു കൊയ്തു തളർന്നു വരുമ്പോൾ എന്തു കിട്ടുമൻ പൈങ്കിളിക്ക് നെല്ലെല്ലാം പത്തായത്തിന് പുത്തനരിക്ക് കരിക്കാടി നെല്ലെല്ലാം പത്തായത്തിന് പുത്തനരിക്ക് കരിക്കാടി നേരം പോയി എല്ലാരും പോയല്ലോ നേരം പോയി നേരം പൈങ്കിളിയേ വെക്കം വെക്കം പഠിക്കണ്ടോ ഓർത്ത് പിടിക്കണ്ട ഒന്ന് വരിയായിട്ട് ഒന്നൊരു 2 പിടി പിടിക്കണ